കുറച്ച് നാളുകളായി നമ്മൾ പറയുന്നുണ്ടല്ലോ NSS എടുത്ത ഇടത് അനുകൂല നിലപാട് അത് കോൺഗ്രസ് ക്യാമ്പിനെ ആയാലും BJP ക്യാമ്പിനെ ആയാലും ഒരേപോലെ പ്രശ്നത്തിലാക്കിയിട്ടുണ്ട്. തിരികെ അടുപ്പിക്കാനുള്ള വലിയ ശ്രമം അത് കോൺഗ്രസ് നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ടായിരുന്നു അങ്ങനെയുള്ള നീക്കങ്ങളൊന്നും തന്നെയില്ല, അവർക്ക് അവരുടേതായിട്ടുള്ള നിലപാടൊക്കെ സ്വീകരിക്കാമെന്ന്. പക്ഷേ അങ്ങനെയല്ല, വലിയ രീതിയിലുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് തിരികെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കാൻ. ചാണ്ടിയുമ്മൻ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും തരത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിനുവേണ്ടി മധ്യസ്ഥതയ്ക്ക് തയ്യാറാണ് എന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല, ഔദ്യോഗികമായിട്ട് കോൺഗ്രസ് വൃത്തങ്ങളൊന്നും പറയുന്നില്ല ഏത് വിധത്തിലാണ് ചർച്ചകളൊക്കെ നടക്കുന്നത് എന്നുള്ളത്, അത് അംഗീകരിക്കുന്നുമില്ല. പക്ഷേ PJ കുര്യൻ പെരുന്നയിൽ എത്തിയിട്ടുണ്ടായിരുന്നു, ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരെ കണ്ടു. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊന്ന് സ്ഥിരീകരിക്കാൻ മാതൃഭൂമി ന്യൂസ് സുകുമാരൻ നായരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാര്യങ്ങൾ ചർച്ചയായില്ല എന്നാണ് സുകുമാരൻ നായർ പ്രതികരിച്ചത്. പക്ഷേ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും കടുത്ത നീക്കങ്ങളുണ്ട്. NSSന്റെ സർക്കാർ അനുകൂല നിലപാടിനെ ചൊല്ലി കോൺഗ്രസിന്റെയോ BJPയുടെ നേതാക്കൾ ആരും തന്നെ വന്ന് കാണേണ്ട എന്നതായിരുന്നു ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുടെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം. എന്നാൽ 2 തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ NSSനെ പിണക്കുന്നത് അത്ര നല്ലതല്ലെന്ന ബോധ്യം കോൺഗ്രസിലെ ചില നേതാക്കൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 2 മുതിർന്ന നേതാക്കൾ അനുനയ നീക്കവുമായി പെരുന്നയിലേക്ക് എത്തിയത്. PJ കുര്യനും കൊടിക്കുന്നിൽ സുരേഷും തന്നെ വന്ന് കണ്ടിരുന്നതായി ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. കുര്യൻ വന്നായിരുന്നു. ഞങ്ങള് പേഴ്സണലായിട്ട് ബന്ധങ്ങൾ നേരത്തെ മുതലേ ഉണ്ട്. അതങ്ങനെ വന്നു പോയി എന്നുള്ളതല്ല, ആരും ചർച്ചയ്ക്ക് വന്നാൽ. കൊടിക്കുന്നിൽ സുരേഷ് വന്നായിരുന്നോ? കൊടുക്കുന്നും വന്നു, MP എന്നുള്ള നിലയിൽ വന്നു, കണ്ടുപോയി. NSSന്റെ സമദൂര നിലപാടിൽ മാറ്റമില്ലെന്നും ഇടത് സർക്കാരിന് NSS പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ലെന്നും സന്ദർശനത്തിന് ശേഷം PJ കുര്യൻ. സമദൂരത്തിലെ ശരിദൂരം എന്ന് പറയുന്നത് ഇഷ്യൂ ബേസ്ഡ് സപ്പോർട്ട് എന്നാണ്. UDF തെറ്റ് ചെയ്തപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, LDF ഗുണം ചെയ്തപ്പോഴും പറഞ്ഞു. അപ്പം അത് രാഷ്ട്രീയ തീരുമാനത്തെ മാറ്റുന്നതല്ല. NSSും ഉമ്മൻചാണ്ടിയുമായി ഉണ്ടായിരുന്ന ആത്മബന്ധം മുതലാക്കി ചാണ്ടിയുമ്മനെ തന്നെ ചർച്ചകൾക്ക് രംഗത്തിറക്കണമെന്നും കോൺഗ്രസിൽ ആവശ്യമുണ്ട്. പാർട്ടി പറഞ്ഞാൽ അനുനയ നീക്കവുമായി മുന്നിട്ടിറങ്ങുമെന്ന് ചാണ്ടിയുമ്മനും വ്യക്തമാക്കി. എൻ്റെ പിതാവും സുകുമാരൻ നായർ സാറുമായിട്ടുള്ള ദീർഘകാലത്തെ ബന്ധം ഞാൻ ഓർത്തെടുക്കുകയാണ്. എന്തെങ്കിലും ഒരു തോന്നലുണ്ടെങ്കിൽ അത് നമുക്ക് നീക്കം ചെയ്യാൻ നമ്മളെല്ലാം ശ്രമിക്കുന്നതായിരിക്കും. സമദൂര നിലപാടിൽ മാറ്റമില്ലെന്ന് NSS ആവർത്തിക്കുമ്പോഴും ഇപ്പോൾ കാണിക്കുന്ന ആ ഇടത് ചായ്വ് UDFനുണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല. CK അബലാലിനൊപ്പം ഷിനോദ് ST, മാതൃഭൂമി ന്യൂസ്.